ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കരുമാടി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കർണാടക ജില്ലയിലെ നിസർഗധാമ എന്നൊരു സ്ഥലത്തേക്കാണ്. അതിൻ്റെ മുന്നിലുള്ള കവാടത്തിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഇതെല്ലാം. ഒരുപാട് കച്ചവട സാധനങ്ങളുണ്ട്. എല്ലാത്തരം ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാ ഐറ്റങ്ങളുള്ള കവാടമാണ് നിസർഗധാമിൻ്റെ ഫ്രണ്ട്. ഞങ്ങളെല്ലാവരും ഏകദേശം ഒരു 4 മണി സമയമായപ്പോൾ അവിടെ എത്തിയത്. അത്യാവശ്യം തിരക്കുള്ളൊരു സമയമായിരുന്നു. കർണാടകയിലെ കുടക് അല്ലെങ്കിൽ കൂർഗ് എന്ന് പറയുന്ന ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുശാൽ നഗറിന് സമീപം കാവേരി നദി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി മനോഹരമായ ഒരു നദീദ്വീപാണ് കാവേരി നിസർഗധാമ എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾ, പിന്നെ തൂക്കുപാലം, പിന്നെ മുളങ്കാട്. അതാണ് ഏറ്റവും പ്രത്യേകത. ഇവിടുത്തെ മുളങ്കാടാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് ഈ പറയുന്ന നിസർഗധാമ. പാസ് എടുത്ത് വേണം ഇതിനകത്ത് കയറാൻ വേണ്ടിയത്. ഏകദേശം മുതിർന്നവർക്ക് 80 രൂപ, കുട്ടികൾക്ക് 40 രൂപ ആവും. ഇവിടുത്തെ ഫീസിൻ്റെ ക്രമം ഇങ്ങനെയാണ്. പിന്നെ രാവിലെ 9 മണിക്കാണ് ഓപ്പണിംഗ്, വൈകിട്ട് 5 മണിക്ക് ക്ലോസ് ആകും. ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. താഴെ കൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് കാവേരി നദിയാണ്. പിന്നെ ഇവിടെ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് വന്ന് ബോട്ടിംഗ് സർവീസ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തൂക്കുപാലം. അടിപൊളി രസമാണ് ഇതിൻ്റെ തൂക്കുപാലത്തിലൂടെ നടക്കാൻ. ഈ തൂക്കുപാലത്തിന് ഏകദേശം ഒരു 90 മീറ്റർ നീളമെങ്കിലും ഉണ്ടാവും. പിന്നെ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഏകദേശം 64 ഹെക്ടർ വിസ്തൃതിയിലാണ് ഈ ദ്വീപ് കിടക്കുന്നത്. 64 ഹെക്ടർ. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത മുളങ്കാടാണ്. പിന്നെ ബോട്ടിങ് സർവീസ് കാര്യങ്ങളുണ്ട്. പിന്നെ മാൻ, പിന്നെ പക്ഷികളുടെ കേന്ദ്രങ്ങൾ, അങ്ങനെ അടിപൊളി സ്പോട്ടാണിത്. ഈ ദ്വീപ് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. ഈ ദ്വീപ് സൃഷ്ടിച്ചത് 1988 ഇത് നിർമ്മിച്ചത്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മത്സ്യങ്ങളെ സംരക്ഷിക്കാൻ ഉള്ള പദ്ധതിയായിട്ടാണ് നിസർഗധാം തുടക്കം കുറിച്ചത്. 1988 ഇതിൻ്റെ തുടക്കം എന്നാണ് അറിഞ്ഞത്. ഈ കാണുന്ന പ്രതിമകളെല്ലാം തന്നെ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഗോത്ര വിഭാഗക്കാരോട് ജീവിച്ചിരുന്നു. പല പല ഗോത്രത്തിൽപ്പെട്ട വിഭാഗക്കാർ ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലമാണ് നിസർഗധാം. അവരുടെ ഗോത്ര രീതികളും സംസ്കാരങ്ങളും കലകളും ജീവിതചര്യകളുമാണ് ഒരു ഡെമോയായി ചിത്രീകരിച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ പ്രതിമകൾ. കണ്ട അവരുടെ രീതികൾ, അവർ ചെയ്യുന്ന തൊഴിലുകൾ, അവരുടെ കുട്ടികൾ വളർത്തുന്ന രീതികൾ, പിന്നെ അവരുടെ സംഗീതം, തുടികൊട്ടിയുള്ള നിൽപ്പ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടില്ല, ആ ബോർഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ ഓഫ് ട്രൈബൽ പീപ്പിൾ കുടക്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി എൻ്റർടൈനിങ്ങിന് വേണ്ടി ഏർമാടം അവർ നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാം തടി കൊണ്ടുള്ള ഏർമാടമാണ്. പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബാമ്പു ആണ്. എന്താ കംപ്ലീറ്റ് ബാമ്പുവിൻ്റെ പാർക്കാണ്. പിന്നെന്താ പറയുക, വാട്ടർഫോൾസ്, മിക്ക ടൂറിസം, പിന്നെ മാന്, അങ്ങനെയുള്ള വന്യമൃഗങ്ങളുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത.
പിന്നെന്താ പറയുക, ഇവിടെ ഇതിനകത്ത് തന്നെ നല്ല തണുത്ത അന്തരീക്ഷമാണ്, കൂളിങ്. ഇരുട്ട് കയറി കിടക്കുന്ന അവസ്ഥയാണ്. ഭയങ്കര സൈലൻറ്റുമാണ്. കുരങ്ങനെ വിളിയാക്കുന്നില്ലേ, കൊള്ളാം, അടിപൊളിയാണ്. എന്താ കംപ്ലീറ്റ് ചുറ്റാകെ എത്ര ഏക്കർ കംപ്ലീറ്റ് മുളകാണ്, പലതരം മുളകൾ. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി എൻ്റർടൈനിന് വേണ്ടി ഒരുപാട് ടാസ്കുകളുണ്ട്.
കാണുന്ന നദി എന്ന് പറയുന്നത് നമ്മൾ തൂക്കുപാലത്തിൽ കൂടെ പോയപ്പോൾ കണ്ടില്ലേ, ആ നദിയുടെ ഒരു പോർഷനാണ്. ഇതാണ് കാവേരി നദി. ഈ നദിയുടെ പ്രത്യേകിച്ച് നല്ല ശുദ്ധജലമാണ്. ഇതിനകത്ത് വരുന്ന സഞ്ചാരികൾ ചില ആൾക്കാർ കുളിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ നദി കണ്ടപ്പോൾ എനിക്ക് കുളിക്കണമെന്ന് തോന്നി, പക്ഷേ കുളിക്കാനുള്ള സംവിധാനങ്ങൾ എടുത്തിട്ടില്ല, അതുകൊണ്ട് കുളിച്ചില്ല. നല്ല രസമുള്ള നദിയാണ്. അങ്ങനെ നിസർഗ ഡാമിൻ്റെ കാഴ്ചകൾ അവസാനിച്ചു. ഇനി അടുത്ത പുതിയൊരു വ്ളോഗിൽ കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.